ഹലോ മച്ചുമരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ചൂണ്ടയിടാൻ പോയാൽ സാധാരണ എന്താണ് കിട്ടാറ്? നല്ല പിടക്കുന്ന മീന് അല്ലെ? എന്നാൽ നമ്മുടെ ഹീറോ ചൂണ്ടയിടാൻ പോയപ്പോ അവന് കിട്ടിയത് എന്താണെന്ന് അറിയോ? 190 കോടി രൂപ. ചെറിയ പൈസയല്ല, അത് ആലോചിക്കണം. അതുപോലെ ആ കോടിക്കണക്കിന് രൂപ കിട്ടിയ സ്ഥലത്ത് ഒരു ഫ്ലൈറ്റും തകർന്നു കിടക്കുന്നുണ്ടായിരുന്നു. മനുഷ്യനല്ലേ പുള്ളേ, കാശെടുക്കാതിരിക്കോ? അവൻ ആ കാശെടുത്തു. പിന്നെ എന്തായിരിക്കും സംഭവിക്കുക? ഈ കാശിന് കുറച്ച് ഉടമസ്ഥന്മാരുണ്ടാവില്ലേ? അവന്മാര് വരില്ലേ? അവന്മാര് വരും. അവന്മാര് വന്നു. പിന്നീട് എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നേരെ കഥയിലേക്ക് പോയി തന്നെ കേൾക്കാം. നല്ല ആക്ഷനും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഒട്ടും ബോറടി ഇല്ലാതെ നമുക്ക് കേൾക്കാം. അപ്പൊ നേരെ പോവാണ് കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒരു കട കാണിക്കുകയാണ്. ഈ കടയിൽ ഓരോ സാധനങ്ങൾ പണയം വെച്ച് നമുക്ക് കാശ് മേടിക്കാൻ കഴിയും. അതിപ്പോ എന്താണെങ്കിലും അവരെടുക്കും. സ്വർണ്ണമായാലും ശരി, പഴയ ഏതെങ്കിലും വസ്തു ആണെങ്കിലും ശരി. ഇപ്പൊ കറുത്ത കണ്ണാടിയെല്ലാം വെച്ച് കോട്ടും സ്യൂട്ടെല്ലാം ധരിച്ച ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇയാളുടെ പേര് നിക്സൺ എന്നാണ്. കടയിലേക്ക് കയറി വന്ന നിക്സൺ ചുറ്റും ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഇതിനുശേഷം ഒരു പഴയ ക്ലോക്ക് എടുത്ത് കൊണ്ടുപോയിട്ട് അവിടുത്തെ ആളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയണം, സാറേ ഇതിന് എത്ര കാശ് കിട്ടും? അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നോക്കിയിട്ട് ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആ ആള് പറയണ, ഏയ് ഇതിന് വലിയ വില ഒന്നും കിട്ടില്ല. എന്നാൽ അതേ നേരം തന്നെ ആ പഴയ ക്ലോക്ക് അതങ്ങോട്ട് പൊട്ടിത്തെറിക്കുകയാണ്. അതൊരു ബോംബായിരുന്നു. റിസപ്ഷനിൽ ഉണ്ടായിരുന്ന ആ ഒരു പാവം മനുഷ്യൻ അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് വേറെ കുറച്ച് ആൾക്കാർ വരികയാണ്. ഈ വന്ന നിക്സൺ ഉണ്ടല്ലോ, ഇവന്റെ ആൾക്കാരാണത്. പിന്നീട് ഇവരെല്ലാവരും ആ റിസപ്ഷനിസ്റ്റ് ഉണ്ടല്ലോ, അയാളുടെ ആ ഒരു ക്യാബിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അതിന്റെ അടിഭാഗത്ത് കൂടെ താഴേക്കൊരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. അതായത് ഈ പണയക്കട ഉണ്ടല്ലോ, ഇത് വെറും ഒരു മറ മാത്രമാണ്. ഇതിന്റെ അടിയിൽ വലിയ വലിയ പണമിടപാടുകൾ നടക്കുന്നുണ്ട്. സോ ആ ഒരു അണ്ടർഗ്രൗണ്ട് അറയിലേക്ക് ഇവരെത്തുകയാണ്. അവിടെ ഇവരെ പോലെ തന്നെ സെക്യൂരിറ്റി ഗാർഡുകൾ ഉണ്ടായിരുന്നു. അവരെല്ലാം വെടിവെച്ച് കൊന്നതിന് ശേഷം നിക്സനും അവന്റെ ആളുകളും അവിടെയുള്ള എല്ലാവരെയും ഒരു റൂമിൽ കൊണ്ടുപോയി പൂട്ടിയിടുകയാണ്. ഇതിനുശേഷം അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു മാനേജർ ഉണ്ടാവുമല്ലോ, ഇയാളെ വലിച്ചിഴിച്ച് കൊണ്ടുവന്ന് നല്ല അടിയും കൊടുത്ത് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അയാൾ അത് പറയാൻ കൂട്ടാക്കാത്തത് കൊണ്ട് തന്നെ ഇയാളുടെ 2 ചെവിയിലും ഷൂട്ട് ചെയ്യാണ്. വേദന സഹിക്കാൻ കഴിയാതെ എന്ത് വേണമെങ്കിലും അയാൾ പറയാന്ന് പറയണം. ഇപ്പൊ നിക്സൺ പറയണേ, എടാ നീയും നിന്റെ മുതലാളിമാരൊക്കെ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ബ്ലാക്ക് മണി അത് നിങ്ങൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ അത് എവിടെയാ വെച്ചത്? അത് എനിക്ക് കാണിച്ചു തരാന്ന് പറയാം. ജീവനിൽ പേടിയുണ്ടായിരുന്ന ആ മനുഷ്യൻ ഞാനത് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന സീക്രട്ട് ആയിട്ടുള്ള പല അറകളും ഇവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. നിറയെ ബ്ലാക്ക് മണി അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു കേട്ടോ. അത് കാണിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഈ മാനേജറെ നിക്സൺ വെടിവെച്ച് കൊന്നുകളയാണ്. പിന്നീട് അധികം വൈകാതെ തന്നെ നിക്സന്റെ ആളുകൾ ആ പണം മുഴുവനായിട്ടും പെറുക്കി ഒരു പെട്ടിയിലാക്കി അവരിവിടുന്ന് പോവുകയാണ്. അതിനു മുന്നേ തന്നെ ഇവിടെ ജോലി ചെയ്ത വേറെ കുറെ പേരുണ്ടായിരുന്നല്ലോ, ഇവരെല്ലാവരെയും മറ്റൊരു റൂമിലേക്ക് നിക്സൺ കൊണ്ടുപോവാണ്. എന്നിട്ട് അവരെ കൊല്ലാൻ നോക്കുമ്പോൾ നിക്സന്റെ കൂട്ടത്തിൽ ഒരാൾ വന്നിട്ട് പറയണ, ബോസേ നമുക്ക് ഇവരെ കൊല്ലേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ആവശ്യമുള്ള കാശൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞില്ലേ, അപ്പോ ഇവരെ കൊല്ലണ്ടല്ലോ. ഇപ്പൊ നിക്സൺ അവരെ നോക്കിയിട്ട് പറയാണ്, നീ വന്ന പണി ചെയ്യുക, ഞാൻ എന്റെ പണി ചെയ്യുന്നു പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പറഞ്ഞേക്കാണ്. എന്നിട്ട് ഒരു ഗ്രാനേഡ് എടുത്ത് അതിന്റെ പിന്നൂരി ആ റൂമിലേക്ക് ഇട്ട് ഡോറ് ക്ലോസ് ചെയ്യാണ്. ഒരൊറ്റ പൊട്ടലാണ്. ആ റൂമിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും മരണപ്പെട്ടു. അപ്പൊ ഇതോടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, യാതൊരു ദയാദാക്ഷിണ്യം ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ഈ നിക്സൺ. പിന്നീട് അവനും അവന്റെ ആൾക്കാരും കൂടെ അവരുടെ വെയർഹൌസിലേക്ക് ഈ പണവുമായിട്ട് പോവാണ്. അധികം വൈകാതെ തന്നെ ഇവർക്ക് മുകളിൽ മറ്റൊരാൾ കൂടെ ഉണ്ട്. അയാൾ അങ്ങോട്ടേക്ക് വരികയാണ്. ഇയാളുടെ പേരാണ് റോഡസ്. ഇയാൾ ഈ കൊള്ളയടിക്കുന്ന സമയത്ത് ഇവരുടെ കൂടെ പോകുന്നില്ല, എന്നാൽ അതിനു വേണ്ട വ്യക്തമായ പ്ലാൻ പദ്ധതി ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ റോഡസ് അങ്ങോട്ട് വന്നതിന് ശേഷം ഇവരെ അടിച്ചു മാറ്റി കൊണ്ടുവന്ന ആ കാശ് മുഴുവൻ കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം $20 മില്യൺ ഉണ്ട്. അതായത് ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 190 കോടി രൂപേന്റെ അടുത്ത് വരും. ഇവരുടെ ഈ ഒരു ടീമിൽ ഒരു ലേഡി കൂടി ഉണ്ട് കേട്ടോ. അവളുടെ പേര് സെറീന എന്നാണ്. അവളെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്, ആളൊരു കില്ലാടിയാണ്. എന്തായാലും ഇതിനുശേഷം റോഡസ് എല്ലാവരോടും പറയാണ്, എപ്പോഴത്തെയും പോലെ തന്നെ പ്ലാനിൽ യാതൊരു മാറ്റവുമില്ല. ഇനി നമ്മളെല്ലാവരും ഓരോ സ്ഥലത്തേക്കായിട്ട് സ്പ്ലിറ്റ് ആയി പോകണം. പരസ്പരം യാതൊരു കോണ്ടാക്റ്റും വേണ്ട. നമ്മൾ എപ്പോഴും പണം സൂക്ഷിക്കുന്ന ആ സ്ഥലത്ത് തന്നെ ഈ പണവും കൊണ്ടുപോയി സൂക്ഷിക്കാം. എല്ലാം ഒന്ന് കെട്ടടങ്ങിയതിനു ശേഷം നമുക്ക് പണം സ്പ്ലിറ്റ് ചെയ്ത് വീതിച്ചെടുക്കാം. പൊതുവെ ഇവരിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പണം എല്ലാം ഒരു പ്രത്യേക പെട്ടിയിലേക്ക് ഇവർ മാറ്റുകയാണ്. മാത്രമല്ല ഓരോ പെട്ടിയുടെ പുറത്തും ഇവർ ട്രാക്കർ സെറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ പെട്ടി എവിടെ പോയാലും ഇവർക്കത് കണ്ടുപിടിക്കാൻ കഴിയും. അങ്ങനെ ഈ ഡോളേഴ്സ് മുഴുവനും പെട്ടിയിലേക്ക് മാറ്റി കഴിഞ്ഞതിന് ശേഷം ഇത് കൊണ്ടുപോകാനായിട്ട് ഒരു പ്രൈവറ്റ് ഫ്ലൈറ്റുമായിട്ട് ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. സാധാരണ ഇയാളല്ല വരാറ്, ഇത് പുതിയ ആളാണ്. അതുകൊണ്ട് തന്നെ നിക്സൺ ഇപ്പോൾ റോഡസിനോട് ചോദിക്കുന്നുണ്ട്, അല്ല പഴയ ആൾ എവിടെ പോയി? ഇവൻ പുതിയ ആളാണ്, പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവുമോ? അപ്പൊ റോഡസ് പറയാം, ഏയ് പേടിയൊന്നും വേണ്ട, ഇവനും നമ്മുടെ ചെറുക്കൻ തന്നെയാണ്, നിങ്ങൾ പേടിക്കാതിരിക്കേ, ഞാനില്ലേ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തോളൂ. അങ്ങനെ പുതുതായിട്ട് വന്ന ആ ഒരു പയ്യൻ ഇപ്പൊ ഈ പണം മുഴുവനും അവന്റെ ആ ഒരു പ്രൈവറ്റ് ജെറ്റിൽ കയറ്റിയിട്ട് നേരെ ഈ പണവുമായിട്ട് അവര് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. എന്നാൽ പോകുന്ന സമയത്ത് കാലാവസ്ഥ വളരെയധികം മോശമായിരുന്നു. ഇടിയും മിന്നലും പേമാരിയും കാറ്റെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശം കാലാവസ്ഥ. ഈ സമയത്താണ് ഒരു ഇടിമിന്നൽ ഉണ്ടാകുന്നത്. അത് നേരെ വന്ന് അടിച്ചത് ഈ ഫ്ലൈറ്റിലും.
കാണിക്കുമല്ലോ, ഫ്ലൈറ്റിന്റെ ഒരു ഭാഗത്ത് ആകെ തീ പിടിക്കുകയാണ്. കൺട്രോൾ ഇല്ലാതെ അവസാനം ആ ഒരു ഫ്ലൈറ്റ് താഴേക്ക് അങ്ങനെ വീഴുന്നത് കാണിക്കുകയാണ്. നല്ല മഞ്ഞുള്ള ഒരു സ്ഥലമാണത്. എന്നാൽ അത് എവിടെ വീണ് എന്നൊന്നും കാണിക്കുന്നില്ല. ഇവിടെ പടത്തിന്റെ ടൈറ്റിൽ എഴുതി കാണിക്കുകയാണ്. ഇതിനുശേഷം ഒരു 5-6 മാസത്തിന് ശേഷം കാണിക്കുന്നത് മുകൾ ഭാഗം മുഴുവനും ഐസായി മാറിക്കഴിഞ്ഞ വലിയൊരു നദിയാണ്. ഇതിന്റെ അടിഭാഗത്ത് നല്ല ആഴത്തിൽ വെള്ളമുണ്ട്, മുകൾ ഭാഗം മാത്രമേ ഐസായിട്ടുള്ളൂ. ഈ സമയത്ത് ആ ഐസിന്റെ ഇടയിലൂടെ ഒഴുകിപ്പോകുന്ന ഒരു പെട്ടി നമ്മളെ കാണിക്കുകയാണ്. അതിനർത്ഥം അന്ന് വീണ ആ ഒരു ഫ്ലൈറ്റ് അത് വന്ന് വീണത് നദിയുടെ ഈ ഭാഗത്താണ്. ഇതിനുശേഷം ഈ നദിയുടെ ഓരം ചേർന്നുകൊണ്ട് തന്നെ ഒരു കാടുണ്ടായിരുന്നു. ആ കാട്ടിൽ ചെറിയൊരു കുടിലും കെട്ടി താമസിക്കുന്ന ഒരാളെയാണ്. കണ്ടാൽ ഒരു എന്താ പറയാ, ഒരു പിച്ചക്കാരനെ പോലെ തോന്നും. ഇവന്റെ പേര് ഹെർലാൻ എന്നാണ്. നമ്മൾ പറയില്ലേ ഈ വീടും കുടിയൊന്നും ഇല്ലാത്ത ആൾക്കാരിന്ന്, അതുപോലെ ഒരുത്തനാണ് ഈ ഹെർലാൻ. അങ്ങനെ രാവിലെ ആയപ്പോൾ ഹെർലാൻ എഴുന്നേൽക്കുകയാണ് കേട്ടോ. മാത്രമല്ല എഴുന്നേറ്റപാട് തന്നെ അവനൊരു ഫോട്ടോ എടുത്ത് നോക്കുന്നുണ്ട്. അതിലുണ്ടായിരുന്നത് അവന്റെ ഭാര്യയും കുഞ്ഞുമായിരുന്നു. അത് നോക്കിയപ്പോൾ അവന്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. പിന്നീട് വേഗം തന്നെ ആ ഒരു ഫോട്ടോ താഴെ വെച്ച് കുറച്ച് ടൂൾസ് എല്ലാം എടുത്തുകൊണ്ട് നദിയിലേക്ക് മീൻ പിടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങനെ തന്നെയാണ് അവന്റെ ആ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതായത് നദിയുടെ മുകൾ ഭാഗം മുഴുവനും ഐസായി മാറിയിരിക്കുകയാണല്ലോ. അപ്പൊ അതിന്റെ മുകളിലൂടെ നടന്നുപോയി നല്ലൊരു ലൊക്കേഷൻ കണ്ടുപിടിച്ച് അവൻ ആ ഒരു ഐസിൽ ഒരു തുളയെല്ലാം ഇട്ട് ചൂണ്ടയിട്ട് അവന് ആവശ്യമുള്ള മീൻ അവിടുന്ന് പിടിക്കും കേട്ടോ. അങ്ങനെ ഇന്നും അത്യാവശ്യം കുഴപ്പമില്ലാതെ മീൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മീൻപിടുത്തം എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴാണ് ഒരു കാര്യം അവൻ കാണുന്നത്. ഒരു മനുഷ്യന്റെ കൈ ഐസ് പാളിയിൽ അതങ്ങനെ കുടുങ്ങി കിടക്കുകയാണ്. അവൻ വേഗം തന്നെ അങ്ങോട്ടേക്ക് ചെന്ന് ഈ പിക്കാസ് കൊണ്ട് ആ ഒരു ഭാഗത്തെ മഞ്ഞ് പൊട്ടിച്ചു കളയാം. പെട്ടെന്ന് തന്നെ വെള്ളത്തിനടിയിൽ ഉണ്ടായിരുന്ന ഒരാളുടെ ബോഡി മുകളിലേക്ക് പൊന്തി വരുന്നുണ്ട്. അതായത് ആ ഫ്ലൈറ്റ് അന്ന് കൊണ്ടുപോയ ആ പൈലറ്റിന്റേതായിരുന്നു ഈ ബോഡി. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ഹെർലാൻ ഒന്ന് ഞെട്ടിപ്പോയി. അതുപോലെ തന്നെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു പെട്ടിയും ഇതുപോലെ പൊന്തി വന്ന് മുകളിൽ കിടക്കുന്നത് അവൻ കാണുന്നുണ്ട്. വേഗം തന്നെ അങ്ങോട്ടേക്ക് ചെന്നു ആ പെട്ടി അവനിപ്പെടുത്തു. അത് തുറന്നു നോക്കുകയാണ്. അതിന്റെ ഉള്ളിലെ ആ ഒരു കാര്യം കണ്ട് അവൻ ഞെട്ടുന്നുണ്ട്. അതായത് നിറയെ അമേരിക്കൻ ഡോളർ. എന്നാൽ അതിനേക്കാൾ അവനെ ഞെട്ടിച്ചത് ഇപ്പൊ പൊട്ടിച്ച ആ ഒരു ഐസിന്റെ ഭാഗമില്ലേ, അതിലൂടെ താഴേക്ക് നോക്കിയപ്പോൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു ഫ്ലൈറ്റ് കൂടെ അവൻ കാണുകയാണ്. എന്ത് ചെയ്യണമെന്ന് യാതൊരു ഐഡിയ ഇല്ല. പിന്നെ അധിക നേരമൊന്നും ഹെർലാൻ ആലോചിക്കാൻ നിന്നില്ല കേട്ടോ. വേഗം ആ കിട്ടിയ പെട്ടി പൂട്ടി നേരെ അവന്റെ ടെന്റിലേക്ക് പോവാണ്. പക്ഷെ ഈ കാശ് ഇത് വെച്ച് എന്ത് ചെയ്യുമെന്ന് അവന് യാതൊരു ഐഡിയ ഇല്ല. അതങ്ങനെ ആലോചിച്ച് അവൻ കിടന്നങ്ങ് ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെയായി. ഈ നദിയുടെ തൊട്ടടുത്തുള്ള ഒരു വില്ലേജ് കാണിക്കുകയാണ്. ഇതൊരു ഉൾനാടാണ്, വലിയ സിറ്റി പോലത്തെ സ്ഥലമൊന്നും അല്ല കേട്ടോ. കുറച്ച് ആൾക്കാരും അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ച് പോലീസുകാരൊക്കെ ഉള്ള ഒരു കുഞ്ഞു സ്ഥലമാണിത്. അപ്പൊ അവിടുത്തെ ഇൻസ്പെക്ടർ ആയിട്ടുള്ള നമ്മുടെ കഥാനായിക ആനിയെ കാണിക്കുകയാണ്. അവളുടെ കൂടെ തന്നെ ഒരു കോൺസ്റ്റബിളും ഉണ്ട്. രാവിലെ തന്നെ ആ ഒരു സ്ഥലത്തെ കാര്യങ്ങളൊക്കെ നോക്കി രണ്ടുപേരും അങ്ങനെ പോകുന്ന സമയത്ത് പുറത്തുണ്ടായിരുന്ന ഒരു ടീം കാറുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. അതായത് ഐസ് മൂടി കിടക്കുന്ന ഈ നദിയുടെ മുകളിലൂടെ പോയി മീൻ പിടിക്കാനാണ് ഇവർ വന്നിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ചെന്ന് ആനി അവരെ തടുക്കുകയാണ്. നദിയിലേക്ക് പോകാൻ പറ്റില്ല എന്ന് പറയാണ്. കാരണം എന്താ, ക്ലൈമറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്, തണുപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നദിയുടെ മുകളിലുള്ള ഐസ് കട്ടയുടെ ആ ഒരു വണ്ണം കുറഞ്ഞ് ഏകദേശം ഒരു 4 ഇഞ്ച് വരെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ മുകളിലൂടെ പോകുന്നത് ഇച്ചിരി ഡേഞ്ചറാണ്. ഈ സമയത്ത് പോകാൻ സമ്മതിക്കില്ല എന്ന് പറയാണ്. ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്ന ആ സഞ്ചാരികൾ പറയാണ്, എന്താണ് മേഡം നിങ്ങൾ ഈ പറയുന്നത്? ഒരു 10-30 കിലോമീറ്റർ വണ്ടി ഡ്രൈവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നത് മീൻ പിടിക്കാനാ, വേണമെങ്കിൽ എന്തെങ്കിലും കാശ് തരാന്ന് പറയണം. അപ്പൊ ഇത് കേട്ട് ദേഷ്യം വന്ന ആനി പറയണം, നിങ്ങളോടല്ലേ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞത്, എനിക്ക് വേണ്ടിയിട്ടല്ല. നിങ്ങൾ അങ്ങോട്ടേക്ക് പോയി എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് തന്നെ അത് തലവേദനയാവും. അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പാർക്കിംഗ് ലോക്ക് ഉണ്ടല്ലോ, അത് അവരുടെ കാറിൽ കൊണ്ടുപോയിട്ട് കാറിന്റെ ടയറിൽ കൊണ്ടുപോയിട്ട് അവൾ ലോക്ക് ചെയ്തിടുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ കോൺസ്റ്റബിൾ ആ പയ്യൻ വന്നിട്ട് പറയണം, അവന് നമുക്ക് സാമു എന്ന് വിളിക്കാം. അപ്പൊ കോൺസ്റ്റബിൾ സാമു വന്നിട്ട് പറയണം, മേഡം എന്തിനാണ് വെറുതെ അലമ്പാക്കുന്നത്, അവർ കാശ് തരാന്ന് പറഞ്ഞില്ലേ, ഒന്ന് വിട്ടേക്കെന്ന് പറയണം. ഇതേ സമയത്ത് തന്നെ ആ സഞ്ചാരികൾ പറയണം, പൊന്നു മേഡം ഞങ്ങൾ നദിയിലേക്ക് പോകുന്നില്ല, പോരെ. ശരിയെന്നും പറഞ്ഞിട്ട് ആ പാർക്കിംഗ് ലോക്ക് ഉണ്ടല്ലോ അത് ഊരിയിട്ട് അത് അവളുടെ വണ്ടിയിൽ തന്നെ അനി കൊണ്ടുപോയി വെക്കാണ്. ഈ സമയത്താണ് നമ്മുടെ കോൺസ്റ്റബിൾ സാം ഒരു കാര്യം പറയുന്നത്, അത് പിന്നെ മേഡം നമ്മുടെ ആ ഒരു അപ്പൂപ്പനില്ലേ, മൂപ്പരെന്തോ ഫിഷിങ്ങിന് പോയപ്പോൾ മൂപ്പരുടെ വണ്ടി ഐസിൽ കുടുങ്ങി പോയി എന്ന് പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും അവിടെ വരെ ഒന്ന് ചെന്ന് നോക്കണ്ടേ? ഒരു കാര്യം ചെയ്യാം, നീ എന്തായാലും ഇവിടെ നിൽക്ക്, ഇനി ആരെങ്കിലും ഈ തടാകത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കണം, ഞാൻ എന്തായാലും മൂപ്പരെ പോയിട്ട് ഹെൽപ്പ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നേരെ ആ കുടുങ്ങി കിടക്കുന്ന അപ്പൂപ്പനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അനി പോവാണ്. ഇതിനുശേഷം കാണിക്കുന്നത് ഈ ഒരു വില്ലേജിലെ ഒരു ചർച്ചാണ്. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, അവിടെ ഒരു ഫാദറുണ്ട്. ഇപ്പൊ ആ ഒരു ഫാദർ എല്ലാവരോടും പറയണം, നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ വഴിയിലേക്ക് വരണം. ഞാൻ ഇതുപോലെയൊന്നും ആയിരുന്നില്ല, ഒരുപാട് ചീത്ത സ്വഭാവമുള്ള ഒരുപാട് ദുഷ്ടതരങ്ങൾ ചെയ്ത ഒരു മനുഷ്യരായിരുന്നു. എന്നാൽ ആ ഒരു ദൈവവിളി വന്ന സമയത്ത് എനിക്ക് അതെല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ നിങ്ങളും അതുപോലെ ആകുക, ദൈവത്തിന്റെ പാതയിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ട് ആൾക്കാരോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാദറിനെ കാണിക്കുകയാണ്. ഫാദറിന്റെ പേര് ഫാദർ മാർട്ടിൻ എന്നാണ്. അങ്ങനെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയപ്പോൾ ഫാദർ മാർട്ടിനെ കാണാനായിട്ട് ഒരാൾ വന്നു. മറ്റാരുമല്ല, നിക്സൺ തന്നെ. നിക്സൺ വന്ന പാടിനെ മാർട്ടിനോട് ചോദിക്കണം, അല്ലടാ നീ ഇപ്പൊ പഴയ പണിയെല്ലാം വിട്ട് ഇപ്പൊ ഒരു ഫാദർ ആയല്ലേ, കൊള്ളാം, ഒരു പുകമറ പോലെ അല്ലേ. ഈ സമയത്ത് മാർട്ടിൻ പറയണേ, ഏയ് ഇത് അങ്ങനെയൊന്നുമല്ല, ഞാൻ ശരിക്കും മാറിയതാ. അല്ല നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നെന്ന് ചോദിക്കുമ്പോൾ നിക്സൺ കാര്യങ്ങൾ പറയാം. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ചെറിയൊരു ഓപ്പറേഷൻ നടത്തിയായിരുന്നു, കുറച്ച് കള്ളപ്പണം അത് ഞങ്ങൾ അങ്ങോട്ട് എടുത്തു. എന്നാൽ അത് കൊണ്ടുപോകുന്ന വഴിയിൽ ഞങ്ങളുടെ ഫ്ലൈറ്റ് ഒന്ന് തകർന്നു, അത് ഇവിടെ എവിടെയോ വീണിട്ടുണ്ട്. കഴിഞ്ഞ 5-6 മാസമായിട്ട് ഞങ്ങൾ അതിൽ ട്രാക്കർ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് സിഗ്നൽ കിട്ടുന്നില്ലായിരുന്നു. എന്നാൽ ഇന്നലെ ഞങ്ങൾക്ക് സിഗ്നൽ കിട്ടി. അതായത് ഇത്രയും ദിവസം
ആ ട്രാക്കറും ആ പെട്ടിയെല്ലാം വെള്ളത്തിനടിയിലായിരുന്നു. ഇന്നലെയാണല്ലോ നമ്മുടെ ഹെർലാൻ വെള്ളത്തിനടിയിൽ നിന്നും ഈ പെട്ടി പുറത്തേക്ക് എടുത്തത്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണം ഈ നിക്സന് ഇതിന്റെ സിഗ്നൽ കിട്ടിയത്. അതുപോലെ തന്നെ ഈ മാർട്ടിന് ഇവിടെ അത്യാവശ്യം ലോക്കൽ ഏരിയയിൽ അത്യാവശ്യം നോളജ് ഉണ്ടല്ലോ. അപ്പോൾ ഇവരൊന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാനാണ് നിക്സൺ ഇങ്ങോട്ടേക്ക് വന്നത്. ആദ്യമൊക്കെ മാർട്ടിൻ എതിർത്തെങ്കിലും നിക്സന്റെ നിർബന്ധ പ്രകാരം മാർട്ടിൻ ഹെൽപ്പ് ചെയ്യാന്ന് പറയാണ്. അതുപോലെ തന്നെ കുറച്ച് കാശും കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷേ ഇതെന്റെ അവസാനത്തെ പണിയാണ്, ഇനി എന്നെ തേടി നിങ്ങൾ വരരുതെന്നും പറയുന്നത്. ശരി, അങ്ങനെ ഇപ്പൊ നിക്സനെയും കൂട്ടി ഫാദർ മാർട്ടിൻ നേരെ ആ ഒരു നദിയുടെ അടുത്തേക്ക് പോവാണ്. അവിടെ എത്തി നോക്കുമ്പോൾ ആ മഞ്ഞുപാളികളൊക്കെ ഏകദേശം ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് മാസങ്ങളെ ഉണ്ടാവുള്ളൂ ഇതുപോലെ ഈ മഞ്ഞൊക്കെ, പിന്നെ സാധാരണ പോലെ വെള്ളമാകും. എന്നാൽ ഇതേ നേരം തന്നെ മൊബൈൽ ഫോണിൽ നിക്സൺ ഇപ്പോ ആ ഒരു ട്രാക്കർ ശ്രദ്ധിക്കുന്ന സമയത്ത് ഇപ്പൊ ആ ഒരു സിഗ്നൽ കിട്ടുന്നത് വെള്ളത്തിന്റെ ഭാഗത്ത് വെച്ചല്ല, പകരം നദിയുടെ കരയുടെ ഭാഗത്തു നിന്നാണ്. അതിനർത്ഥം വെള്ളത്തിൽ നിന്നും ഈ പെട്ടി മൂവ് ആയിട്ടുണ്ട്, ആരോ അത് എടുത്തിട്ടുണ്ട്. ഇതിനുശേഷം മറ്റൊരു ഭാഗത്ത്, അതായത് ഐസ് പാളികൾക്കിടയിൽ കുടുങ്ങി കിടക്കുന്ന ഒരു അപ്പൂപ്പനുണ്ട്. അപ്പൂപ്പൻ റേഡിയോ വഴി സഹായം ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ, ഇപ്പൊ ആ ലൊക്കേഷനിലേക്ക് നമ്മുടെ ആനി വന്നിട്ടുണ്ട്. ആനി വന്ന പാടിന് അപ്പൂപ്പനോട് ചോദിക്കണം, അല്ല എന്റെ പൊന്ന അപ്പൂപ്പ, നിങ്ങളോട് പറഞ്ഞതല്ലേ ഈ സമയത്ത് ഈ ഏരിയയിലേക്ക് വരാൻ പാടില്ലെന്ന്, ഇച്ചിരി ഡേഞ്ചർ ആണെന്ന്, വെറുതെ ഞങ്ങൾക്ക് പണി ഉണ്ടാക്കാനായിട്ട്. എന്തായാലും ഇത് കേൾക്കുന്ന സമയത്ത് അപ്പൂപ്പൻ ചുമ്മാ ചിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ആനിയുടെ വണ്ടിയുടെ റോപ്പ് എടുത്ത് ഇയാളുടെ കാറിൽ അത് കണക്ട് ചെയ്ത് വണ്ടി വിൽക്കാൻ നോക്കുമ്പോൾ ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നത് കാണാം. മറ്റാരുമല്ല, നമ്മുടെ ഹെർലാൻ തന്നെ. അവന്റെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ഹെർലാനെ കണ്ട സമയത്ത് ആനി ചോദിക്കണം, അല്ല ആരാ വരുന്നത്? ഇപ്പൊ ഈ അപ്പൂപ്പൻ ഹെർലാനെ കുറിച്ച് പറയാണ് കേട്ടോ. എന്താണെന്ന് അറിയില്ല, കുറച്ച് ദിവസമായി ഇവിടെ വന്ന് കൂടിയിട്ട് അവന്റെ ഭാര്യ എന്തോ കാണാതായി എന്ന് പറയുന്നത്. അപ്പൊ ഭാര്യയെ തേടിയിട്ട് ആ കാട്ടിൽ എവിടെയാണ് ആള് താമസിക്കുന്നത്. എന്നാൽ എന്തോ ഒരു പന്തികേട് തോന്നിയ ആനി ഇപ്പോ അവനോട് നിൽക്കാൻ വേണ്ടി പറയണം. എന്നിട്ട് ഹെർലാന്റെ അടുത്തേക്ക് ചെന്നിട്ട്, എന്താ നിന്റെ പേര്? അവൻ ഹെർലാൻ എന്ന് പറഞ്ഞു. ഓക്കെ, നിനക്ക് ഇവിടുന്ന് മീൻ പിടിക്കാനുള്ള ലൈസൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? ഹെർലാൻ ഇപ്പോ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ അവന്റെ കയ്യിൽ കാര്യമായിട്ട് എന്തോ ഉണ്ടെന്ന് മനസ്സിലായ ആനി ഇപ്പോ ആ സംഭവങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുമ്പോൾ അതിലൊരു പെട്ടി കാണുകയാണ്. ആ പെട്ടി ഇപ്പോ നമ്മുടെ ആനി തുറന്ന് നോക്കിയപ്പോൾ അതിനുള്ളിൽ കെട്ടായിട്ട് ഡോളറായി. അതുകൊണ്ട് ആനി ആകെ ഞെട്ടിപ്പോയി. അവള് വേഗം തന്നെ ചാടി എഴുന്നേറ്റ് ഇപ്പൊ ഹെർലാന് ഗൺ പോയിന്റിൽ നിർത്തണം. നീ ആരാടാ, എന്തെവിടെ ചെയ്യുന്നത്, ഈ പണം നിനക്ക് എവിടുന്ന കിട്ടിയത്? എന്നാൽ നമ്മുടെ ഹെർലാനും ഒന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവനൊന്നും മിണ്ടുന്നില്ല. വേഗം തന്നെ അവന്റെ കൈ ഇപ്പോ ആനി പിറകിലേക്ക് കെട്ടുന്നുണ്ട്. എന്നിട്ട് വേഗം തന്നെ കോൺസ്റ്റബിൾ സാമിനോട് ഈ ഒരു കാര്യം വിളിച്ചു പറയുന്നുണ്ട്. കാട്ടിൽ താമസിക്കുന്ന ഹെർലാൻ എന്ന് പറഞ്ഞ ഒരുത്തൻ, അവന്റെ കയ്യിൽ ഒരുപാട് ഡോളേഴ്സ് ഉണ്ട്, നീ എന്തായാലും പെട്ടെന്ന് ഒന്ന് ഇങ്ങോട്ടേക്ക് വാന്ന് പറയാണ്. ഇപ്പൊ സാം പറയണം, മാഡം എന്തായാലും ലൊക്കേഷൻ അഴിക്ക്, ഒരു അരമണിക്കൂർ ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കോളാന്ന് പറയണം. പിന്നീട് ഫോൺ വെച്ചു. അതേ സമയത്ത് തന്നെ നിക്സനും ടീമും കൂടെ വണ്ടിയിൽ അവിടെ വന്ന് ഇറങ്ങാണ്. അവർ ഇറങ്ങിയ വാർഡ് തന്നെ ഗൺ എടുത്ത് ഇവർക്ക് നേരെ ചൂണ്ടാണ്. മര്യാദക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഗണ്ണ് താഴെ വെച്ചോന്ന് ആനിയോട് പറയാണ്. ആനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, കാരണം യുവമാരുടെ എല്ലാവരുടെയും കയ്യിൽ നല്ല കിടിലൻ മെഷീൻ ഗണ്ണുകളാണ്. ഇതേ നേരം ആ കൂട്ടത്തിൽ ഒരുത്തിന് പോയിട്ട് ഇപ്പൊ ആനി അവളുടെ വണ്ടിയിലേക്ക് എടുത്തു വെച്ച ആ പണത്തിന്റെ പെട്ടി ഉണ്ടല്ലോ അവനെടുത്ത് നോക്കുകയാണ്. എന്നാൽ അവിടെ ആകെ ഉണ്ടായിരുന്നത് ഒരേ ഒരു പെട്ടി മാത്രമാണ്. അവൻ വേഗം തന്നെ അവന്റെ ബോസ് നിക്സനോട് പറയണം, ബോസെ ആകെ ഒറ്റ പെട്ടിയുള്ളൂ, ബാക്കിയുള്ളൊന്നും കാണാനില്ല. അപ്പൊ തന്നെ ദേഷ്യം വന്ന് നിക്സൺ പറയണം, എവിടെ ബാക്കിയുള്ള പെട്ടികൾ, മര്യാദക്ക് പറഞ്ഞോന്ന് പറയണം. എന്നാൽ ആനിക്ക് ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് അവൾ അറിയില്ല എന്ന് പറഞ്ഞ സമയത്ത് ദേഷ്യം കൊണ്ട് നിക്സൺ അവളെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ ഹെർലാൻ ഒന്നും നോക്കിയില്ല. അവന്റെ കൈ ബേഗിൽ കെട്ടിയതാണ്. എന്നാലും ചാടി എഴുന്നേറ്റ് ഈ നിക്സണിട്ട് ഒരു കുത്തു കൊടുക്കാണ് തല വെച്ചിട്ട്. ഇതേ നേരം നമ്മുടെ അപ്പൂപ്പൻ അവിടെ ഉണ്ടായിരുന്നു. മൂപ്പരുടെ കയ്യിൽ ഒരു ഗണ്ണുണ്ടായിരുന്നു. അത് വെച്ച് ഇവർക്ക് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആകെ കൂടെ പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇതിനിടയിൽ ഈ നിക്സന്റെ ടീമിലെ സെറീന ഉണ്ടല്ലോ, അവൾ ഒരു ഭാഗത്തു കൂടെ ചെന്നിട്ട് നമ്മുടെ അപ്പൂപ്പനെ പിന്നിൽ നിന്നും ഷൂട്ട് ചെയ്ത് കൊന്നുകളയാണ്. എന്തായാലും ആ ഒരു ഗ്യാപ്പിന് ആനി നേരെ അവളുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വേഗം തന്നെ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കണം. ആ ഗ്യാപ്പിന് ഹെർലാൻ അവരുടെ വണ്ടിയുടെ പിന്നിലേക്ക് ചാടി കയറുന്നുണ്ട്. അവന്റെ പിന്നാലെ തന്നെ സെറീനയും ചാടി കയറുന്നുണ്ട് കേട്ടോ. പെണ്ണ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പെണ്ണല്ലേ. എന്നാൽ ഹെർലാൻ ഒന്നും നോക്കിയില്ല. അവൾക്കിട്ട് ഒരു ഒറ്റ ചവിട്ട് കൊടുക്കുകയാണ്, ഇറങ്ങിപ്പോന്ന് പറഞ്ഞിട്ട്. അവള് തെറിച്ച് വീഴുന്നുണ്ട്. അവളുടെ കൂടെ തന്നെ ആകെ ഇവർക്ക് കിട്ടിയ ഒരു പണപ്പെട്ടി ഉണ്ടല്ലോ അതും താഴേക്ക് വീഴാണ്. പക്ഷെ വേഗം കൊടുത്ത ആ ഒരു ചവിട്ടിൽ ഈ പെട്ടി ഇങ്ങനെ തെന്നി പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഐസ് ഹോൾ ഉണ്ട്. ആ ഐസ് ഹോളിന്റെ ഉള്ളിൽ കൂടെ താഴേക്ക് പോകണം. അതായത് വെള്ളത്തിലേക്ക് ആ ഒരു പെട്ടി വീണു. ഡോളേഴ്സ് മുഴുവൻ ആ ഒരു വെള്ളത്തിലാവുകയാണ്. അതായത് ആ പെട്ടിയിലെ പണവും ഇവർക്ക് കിട്ടിയില്ല. ആകെ പ്രാന്ത് പിടിച്ച നിക്സൺ ഇപ്പോൾ ഒരുത്തനെ വിടാൻ പാടില്ല, കൊന്നു കളയണം. വണ്ടി എടുക്കുന്നു പറഞ്ഞിട്ട് വണ്ടി എടുക്കാൻ പറഞ്ഞപ്പോൾ വണ്ടി മുന്നോട്ടേക്ക് പോകുന്നില്ല. സംഭവം എന്താ, ഇപ്പം നടന്ന ആ ഒരു വെടിവെപ്പില് ഇവരുടെ വണ്ടിയുടെ ടയർ പഞ്ചറായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഗ്യാപ്പിൽ ആനി ഇപ്പൊ അവളുടെ ആ ഒരു വണ്ടി മാറ്റി ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയി. പിറകിൽ തന്നെ ഹെർലാൻ ഉണ്ടല്ലോ. അപ്പൊ അവനോട് ചോദിക്കുകയാണ്, അല്ലട ചങ്ങായ നിനക്ക് എവിടുന്ന ഇത്രയും ഡോളേഴ്സ് കിട്ടിയത്, ഇവന്മാരെ ആരാന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് ഹെർലാൻ പറയണം, എന്റെ പൊന്നു മേഡം എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല. രാവിലെ മീൻ പിടിക്കാൻ പോയപ്പോൾ അവിടെ ഒരു പ്ലെയിൻ തകർന്നു കിടക്കുന്ന കണ്ടു, അതായത് നദിയുടെ അടിയിൽ. അതിൽ നിന്നും പൊന്തി വന്ന ഒരു പെട്ടിയാണിത്. ഇതുപോലെ തന്നെ വേറെയും പെട്ടികൾ ഉണ്ടായിരുന്നു അവിടെ. ഇത്രയും മേഡം എനിക്കറിയുള്ളൂ, ഇതിൽ കൂടുതലായിട്ട് വേറെ ഒന്നും എനിക്കറിയില്ല. എന്തായാലും വേഗം തന്നെ ആനി ഇപ്പോൾ സാമിനെ വിളിച്ച് എല്ലാ കാര്യം പറയാണ്. നദിയിൽ ഇതുപോലൊരു ഫ്ലൈറ്റ് വീണ് കിടക്കുന്നുണ്ട്. അതിനുള്ളിൽ ഒരുപാട് പണമുണ്ട്. കുറെ ക്രിമിനൽസ് അത് എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ അപ്പൂപ്പനെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. സോ എത്രയും പെട്ടെന്ന് തന്നെ പോലീസുകാരെ കൂടുതലായിട്ട് കൂട്ടി ഇങ്ങോട്ടേക്ക് വരിക, അധികം താമസിക്കരുതെന്ന് പറയണം. സാം പറയണം, ഇല്ല മേഡം ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കോളാം. പിന്നീട് കോൾ കട്ട് ചെയ്തതിന് ശേഷം ആനിപ്പോൾ വണ്ടി ഓടിച്ച് അങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടി ഓഫായി പോവാണ്. എന്തോ ഒരു മിസ്സിംഗ് ഉള്ളതുപോലെ. ആനിയും അതുപോലെ ഹെർലാനും വണ്ടിയുടെ
പുറത്തേക്ക് ഇറങ്ങി നോക്കി, എന്തോ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് ഇവർ ഒരു കാര്യം കാണുന്നത്. അതായത് കുറച്ച് മുമ്പിലായിട്ട് ഐസിന്റെ പാളികൾ ചെറുതായിട്ട് ക്രാക്കായി ഓരോന്നും കഷ്ണമായി വേറിട്ട് കിടക്കുകയാണ്. ഇവരെങ്ങാനും ആ ഭാഗത്തേക്ക് വണ്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വെള്ളത്തിലേക്ക് വണ്ടി മുങ്ങിപ്പോയനെ. ഇപ്പൊ എന്ത് ചെയ്യുന്നു ആനി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. വണ്ടി ഓടിച്ച് പോകാൻ കഴിയില്ല. അതുപോലെ തന്നെ ആ ഐസ് പാളിയുടെ മുകളിലൂടെ നടന്നാലും പ്രശ്നമാണ്. ചിലപ്പോൾ അതിങ്ങനെ ചെരിഞ്ഞാൽ വെള്ളത്തിലേക്ക് ഇവർ വീണു പോകും. തൽക്കാലം ചെറിയൊരു ബുദ്ധി ആനിക്ക് തോന്നുകയാണ്. അതായത് നമ്മുടെ ഹെർലാന്റെ പിറകിലെ കെട്ടുകളുണ്ടല്ലോ അത് മുറിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവന്റെ കയ്യിൽ ഒരു കയറ് കൊടുക്കുകയാണ്. അതിന്റെ മറ്റേ ഭാഗം ഇപ്പൊ ആനിയും പിടിക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് ഡിസ്റ്റൻസിൽ രണ്ടുപേരും അങ്ങനെ നടന്നു പോവാണ്, ഒരു പ്രത്യേക ബാലൻസിൽ. ഒരല്പ നേരം കഴിഞ്ഞപ്പോൾ ഇവരുടെ കാർ സ്റ്റക്കായി നിന്ന ആ സ്ഥലത്തേക്ക് ഇപ്പോൾ നിക്സനും അവന്റെ ആൾക്കാർ എത്തുകയാണ്. എന്നാൽ മുമ്പിലുള്ള അപകടം അവർക്ക് മനസ്സിലായില്ല. അവർ ആ ഒരു വണ്ടിയും കൊണ്ട് ഈ ഭാഗത്തേക്ക് എത്തിയപ്പോൾ അത് വെള്ളത്തിലേക്ക് പതിയെ മുങ്ങാൻ തുടങ്ങുകയാണ്. പെട്ടെന്നായതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ഷോക്കായി പോകുന്നുണ്ട്. വണ്ടി എന്തായാലും ഇവർക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റില്ല, പക്ഷേ ജീവനെങ്കിലും രക്ഷപ്പെടുത്തണമല്ലോ. അങ്ങനെ എങ്ങനെയൊക്കെയോ ഡോർ തുറന്ന് ഐസ് ബാളിയുടെ മുകളിലേക്ക് ഇവർ വലിഞ്ഞു പിടിച്ച് കയറുന്നുണ്ട് കേട്ടോ. എല്ലാവരും കുറച്ചു നേരം കൊണ്ട് നന്നായിട്ടൊന്ന് പേടിച്ചായിരുന്നു. ഇതേ സമയം നിക്സന്റെ ടീമിലെ മറ്റൊരുതൻ ഒരു കാറുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മാത്രമല്ല അവന്റെ കാറിൽ മറ്റൊരു സാധനം ഉണ്ടായിരുന്നു. ഈ ഐസിലൂടെ തെന്നി മാറിപ്പോകുന്ന ആ ഒരു ബൈക്ക് ഉണ്ടല്ലോ, സ്കേറ്റിംഗ് ബൈക്ക്. അത് അവനിപ്പോ ആ ഒരു സാധനം പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പൊ അത് കണ്ടപാട് തന്നെ ഈ സ്കേറ്റിംഗ് ബൈക്ക് ഇത് ഉപയോഗിച്ച് അവരെ ഫോളോ ചെയ്ത് പോകാൻ വേണ്ടി ഇപ്പൊ നിക്സൺ ഇവനോട് പറയണം. ഇവന്റെ പേര് ഗബ്രി എന്നാണ് കേട്ടോ. ഈ ഗബ്രിയുടെ ഗേൾ ഫ്രണ്ട് ആണ് നമ്മുടെ സെറീന. എന്തായാലും ഗബ്രി ആ ഒരു സ്കേറ്റിംഗ് ബൈക്കുമായിട്ട് ഇവരെ ഫോളോ ചെയ്ത് അതിലൂടെ പോവാണ്. ഇതേ നേരം തന്നെ ഈ നദിയുടെ മുകളിലുള്ള ആ ഒരു ഐസ് പാളി ഇതെല്ലാം താണ്ടി ഹെർലാനും ആനി ഇപ്പോ ഹെർലാൻ ടെന്റ് അടിച്ച ആ ഒരു സ്ഥലം ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് എത്തുകയാണ്. അവിടെ എത്തിയപാട് തന്നെ ഹെർലാന്റെ ആ ഒരു ഫാമിലി ഫോട്ടോ എല്ലാം ആനി കാണുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും അവൾ ചോദിക്കുന്നില്ല. ഇതേ നേരം തന്നെ ഹെർലാൻ എന്താ ചെയ്യുന്നത്, അവന്റെ അമ്പും വില്ലൊക്കെ വേഗം റെഡിയാക്കുന്നുണ്ട്. മാത്രമല്ല ഈ കാട്ടുപന്നികളെ പിടിക്കാൻ ഉപയോഗിക്കുന്ന അത്യാവശ്യം നല്ല വലിയ ട്രാപ്പുകളുണ്ട്, അതെല്ലാം ഇവൻ സെറ്റാക്കി വെക്കുകയാണ്. എന്നിട്ട് നദിയുടെ മുകളിൽ ഐസായി കിടക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ അതിന്റെ പല ഭാഗത്തായിട്ട് ഇത് വെക്കുന്നുണ്ട്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ഗബ്രി വരുന്നത് കേട്ടോ. ദൂരെ നിന്നും ഹെർലാൻ അടിച്ചു വെച്ച അവന്റെ ആ ഒരു ടെന്റ് അവൻ കാണുന്നുണ്ട്. അപ്പൊ അങ്ങോട്ടേക്ക് എത്താനുള്ള ധൃതിയിൽ കയ്യിൽ ഗണ്ണെടുത്ത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഇവൻ വരുമ്പോൾ അവിടെ ഹെർലാൻ വെച്ച ആ ഒരു ട്രാപ്പ് അവൻ കണ്ടില്ല. അതിൽ ഈ ബൈക്ക് കുടുങ്ങുകയാണ്. ബൈക്കിന്റെ കൺട്രോൾ പോയി, അവൻ തെറിച്ചു പോയി വീഴാണ്. ആ വീഴ്ചയിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണും തെറിച്ചു പോകുന്നുണ്ട്. വേഗം തന്നെ വീണുപോയി ആ ഒരു ഗണ്ണെടുക്കാൻ അവൻ പോകുന്ന സമയത്ത് ഹെർലാൻ ഒന്നും നോക്കിയില്ല. കയ്യിലുണ്ടായിരുന്ന അമ്പെടുത്ത് നേരെ അവന്റെ കാലിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ താഴേക്ക് വീണ ഈ ഗബ്രി ഉണ്ടല്ലോ പിന്നീട് എഴഞ്ഞു പോകുമ്പോൾ അങ്ങോട്ടേക്ക് വന്ന ഹെർലാൻ അവന്റെ അമ്പ് വെച്ച് ഈ ഗബ്രി അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണ്. പക്ഷേ ഹെർലാൻ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല. നല്ല ആരോഗ്യമുള്ളവനായിരുന്നു ഈ ഗബ്രി. ഹെർലാൻ എടുത്തിട്ട് മറിക്കുന്നുണ്ട് കേട്ടോ. അവസാനം മഞ്ഞുപാളി പൊട്ടിക്കെടുക്കുന്നുണ്ടായിരുന്നു. അതിലേക്ക് അവനെ എടുത്തിട്ട് ഒരൊറ്റ ഏറ് കൊടുക്കുകയാണ്. നിന്നെ ഇപ്പൊ ഞാൻ ശരിയാക്കുന്നു പറഞ്ഞിട്ട് ഗണ്ണെടുത്ത് ഇപ്പൊ ഹെർലാനെ അവൻ ഷൂട്ട് ചെയ്ത് കൊല്ലാൻ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ ആനി ഉണ്ടല്ലോ ഈ പന്നീനെയും കരടീനൊക്കെ പിടിക്കാൻ വെക്കുന്ന ആ ഒരു ട്രാപ്പ് അതെടുത്ത് കൊണ്ടുവന്ന് ഇവന്റെ തലയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. എന്തായാലും അത് വന്ന് കുടുങ്ങിയത് അവന്റെ കഴുത്തിലായിരുന്നു. മാരകമായ മുറി അവന്റെ കഴുത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് ചോരയൊലിച്ച് അവൻ അവിടെ തന്നെ മരിച്ചു വീഴാണ്. പിന്നീട് ആനി ഹെർലാനെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. ഈ വരുന്നവരുടെ കയ്യിൽ നല്ല ആയുധങ്ങൾ ഉണ്ടാവും. ഈ അമ്പും വില്ലും വെച്ചൊന്നും അവരോട് മുട്ടി നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആനി ഹെർലാനും കൂടെ അവിടുത്തെ കാട്ടിലേക്ക് ഓടി കയറുകയാണ്. അല്പനേരം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ടേക്ക് ആരെത്തുന്നുണ്ട്, നിക്സനും അവന്റെ ഗ്യാങ്ങും എത്തുകയാണ്. കൂട്ടത്തിൽ സെറീനയുണ്ട്. സെറീന വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ, കഴുത്ത് മുറിഞ്ഞ് മരിച്ചു കിടക്കുന്ന ഗബ്രി. അവൾക്കാകെ പ്രാന്ത് പിടിക്കുകയാണ്. അലറി വിളിച്ചുകൊണ്ട് അവളിങ്ങനെ പ്രാന്ത് കാണിക്കുമ്പോൾ നിക്സൺ വന്നിട്ടാണ് അവളെ പിടിച്ചു വെക്കുന്നത്. നീ ഇപ്പൊ പ്രാന്ത് കാണിക്കല്ലേ. ഇപ്പൊ നിക്സനോട് സെറീന പറയണ എനിക്ക് ആ രണ്ടിനെയും കയ്യിൽ കിട്ടണം, രണ്ടിനെയും എനിക്ക് അറുക്കണം, കൊല്ലണം എനിക്ക് അവരെ. ഈ സമയത്ത് നിക്സൺ പറയണ ക്ഷമിക്ക്, നമുക്ക് അവരെ പിടിക്കാം, കൊല്ലാം നമുക്ക് അവരെ. അങ്ങനെ ഇവര് തൽക്കാലം ഒരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൽക്കാലം ഇവിടുന്ന് തിരിച്ചു പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആ കാട്ടിലൂടെ നടന്നു പോകുന്ന ഹെർലാനെയും ആനിയും കാണിക്കുകയാണ്. അത്യാവശ്യം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്, നല്ല മഞ്ഞുകാറ്റുമുണ്ട്. നേരത്തെ ആ ഒരു ഫൈറ്റിൽ ഹെർലാന് നല്ല പരിക്കുണ്ടായതുകൊണ്ട് തന്നെ നല്ല വേഗത്തിൽ അവനെ കൊണ്ട് നടക്കാനും കഴിയുന്നില്ല. ഈ സമയത്താണ് ആനി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഇവർ ഈ മഞ്ഞിലൂടെയല്ല നടന്നു വരുന്നത്. അപ്പൊ ഇവരുടെ കാൽപാദം നന്നായിട്ട് തന്നെ അവിടെ പതിയുന്നുണ്ട്. ഇതെങ്ങാനും അവർ കണ്ടാൽ ഇവരെ ഫോളോ ചെയ്ത് വരാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഒരു മരക്കമ്പെടുത്ത് ഇത് മുഴുവനായിട്ടും അവൾ മായ്ച്ചു കളയുന്നുണ്ട്. എന്നിട്ട് അവനെയും കൂട്ടി ആനിക്ക് ഈ കാട്ടിൽ അറിയുന്ന ഒരു പഴയൊരു ഗുഹയുണ്ട്, അങ്ങോട്ടേക്ക് വരികയാണ് ഇവർ. എന്നാൽ നമ്മൾ വിചാരിച്ചതുപോലെ ഇവരെ ഫോളോ ചെയ്യുന്നത് നിക്സനും അവന്റെ ഗ്യാങ്ങും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ആ പേരും മഞ്ഞത്ത് ഇവരുടെ പിന്നാലെ തന്നെ നിക്സനും അവന്റെ ഗ്യാങ്ങും വരുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരു പരിധി കഴിഞ്ഞപ്പോൾ അവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ നിക്സൺ എന്താക്കി, നമുക്ക് എന്തായാലും ഇവിടെ എവിടെയെങ്കിലും ഒന്ന് വിശ്രമിക്കാന്ന് പറയണം. അങ്ങനെ അവരവിടെ നോക്കുന്ന സമയത്ത് ഒരു ഒഴിഞ്ഞ പഴയ വെയർ ഹൗസ് കാണുന്നുണ്ട്. തൽക്കാലം ഇന്ന് ഇവിടെ നിൽക്കാന്ന് തീരുമാനിക്കുകയാണ്. അധികം വൈകാതെ ഈ ലൊക്കേഷൻ ഇവരുടെ ബോസ് ഉണ്ടല്ലോ റോഡസ്, അവനും അയച്ചു കൊടുക്കുകയാണ്. അല്പനേരം കഴിഞ്ഞപ്പോൾ റോഡസ് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. റോഡസ് വന്നപാട് തന്നെ എല്ലാവരും നല്ല കണ്ണ് പൊടുന്ന ചീത്ത പറയാണ്, കഴിവില്ലാത്ത കഴുതകളെ, ഒരു ഫോറസ്റ്റ് റേഞ്ചർ, അതുപോലെ തന്നെ ഒരു പിച്ചക്കാരൻ, ഇവർ രണ്ടുപേരെയും പിടിക്കാൻ നിങ്ങളെ കൊണ്ട് എന്താടാ പറ്റാത്തത്? നിന്നൊക്കെ പിന്നെ എന്തുണ്ടാക്കാനാടാ ഞാൻ ഇങ്ങോട്ടേക്ക് വിട്ടത്? അങ്ങനെ ഭയങ്കര ദേഷ്യത്തിലാണ് റോഡസ്. എന്തായാലും റോഡസ് പിന്നീട് നേരെ സെറീനയുടെ അടുത്തേക്ക് ചെന്നിട്ടുണ്ട്. സെറീനയോട് പറയണം, നീ വിഷമിക്കേണ്ട, നമുക്ക് എന്തായാലും പകരം വീട്ടാം, രണ്ടിനെയും കണ്ടുപിടിക്കാം, കൊല്ലാം നമുക്ക്. പക്ഷെ അതിനു മുന്നേ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ കഷ്ടപ്പെട്ട് കൊള്ളയടിച്ച് ഈ പൈസ ഇവിടുന്ന് ഒളിപ്പിക്കാൻ നോക്കി, പിന്നെ അത് നഷ്ടമായിട്ട് അത് റിക്കവർ ചെയ്തെടുക്കാൻ നോക്കുക. എന്തൊക്കെ പ്രശ്നത്തിലൂടെയാണ് നമ്മൾ ഈ പോകുന്നത്. എന്നാൽ അതിനിടയിൽ ഒരുത്തൻ നമ്മുടെ ഈ ഒരു കാശ് ഒറ്റയ്ക്ക് അടിച്ച്
മാറ്റാൻ നോക്കിയിട്ടുണ്ട്. അതിനുള്ള പ്ലാനും അവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അവനായിട്ട് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഞാനൊന്നും ചെയ്യില്ല. പക്ഷെ ഞാനായിട്ട് പറഞ്ഞാല് കുറച്ച് സമയത്തേക്ക് ആരും ഒന്നും മിണ്ടിയില്ല കേട്ടോ. പെട്ടെന്ന് ആ കൂട്ടത്തിലെ പ്രായം കുറഞ്ഞ ഒരുത്തിന് വന്നിട്ട് പറയണം, ബോസ് എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്, പക്ഷെ എന്നൊന്നും ചെയ്യല്ലേ എന്ന് പറയണം. ആ മോനെ ഒന്നും ചെയ്യില്ല, മോനൊന്നും ഇങ്ങോട്ടേക്ക് വന്നേ. പേടിച്ച് ഇപ്പൊ റോഡസിന്റെ അടുത്തേക്ക് വന്ന് അവന്റെ പള്ളക്കിട്ട് തന്നെ കത്തി വെച്ച് 4-5 തവണ കുത്തി അവൻ അവിടെ വെച്ച് തന്നെ കൊന്നു കളയാണ്. എന്തും ഞാൻ സഹിക്കും, പക്ഷെ ചതി അത് ഞാൻ പൊറുക്കില്ല. ഇമാതിരി ഒരു ചേറ്റത്തരം കാണിച്ച് നിന്നോട് പുറത്തു തരാൻ ഞാൻ എന്താടാ ദൈവവിളി കേട്ട പുണ്യാളയാണെന്ന് കരുതിയോ? എന്തായാലും മരിച്ചു കിടക്കുന്ന ഈ പയ്യന്റെ അടുത്തേക്ക് വന്ന് അവന്റെ ആത്മാവിന് വേണ്ടി നമ്മുടെ ഫാദർ മാർട്ടിൻ ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ റോഡസ് ഒരു കാര്യം പറയുന്നുണ്ട്. ഓക്കെ സമയം ഇങ്ങനെ കുറെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമുക്കധികം നേരമില്ല. നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും ആ 2 എണ്ണത്തിനെയും കൊന്ന് നമ്മൾ ഈ നാട് വിട്ടിട്ടുണ്ടാവും. പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ആ കാശും ഉണ്ടാവണം. ഇവിടെ സീൻ കട്ടെ. ഇനി ബാക്കി പറയുന്നതിന് മുന്നേ നിങ്ങൾ ഒരു കാര്യം ചെയ്യണേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ. ഓക്കെ, അപ്പൊ കഥയിലേക്ക് തിരിച്ചു വരാം. ഇപ്പൊ ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന നമ്മുടെ ഹെർലാൻ അതുപോലെ തന്നെ ആനി, ഇവർ രണ്ടുപേരെയാണ് കാണിക്കുന്നത്. ഹെർലാന് നല്ല പരിക്കുണ്ട്, അതുപോലെ തന്നെ തീരെ വയ്യ. ആ തണുപ്പാണെങ്കിൽ അവനെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. ആനിപ്പോ ഒരു ഇച്ചിരി തീയൊക്കെ ഉണ്ടാക്കി ഒരു ഷാള് കൊണ്ട് അവനെ പുതപ്പിച്ചു കൊടുക്കുകയാണ്. അതിനിടയിൽ ഹെർലാനോട് ആ കാര്യം ആനി ചോദിക്കുന്നുണ്ട്. അതായത് നാട്ടുകാരൊക്കെ പറയുന്നുണ്ട്, നീ നിന്റെ ഭാര്യയെ തേടിക്കൊണ്ടാണ് ഈ കാട്ടിൽ വന്ന് നിൽക്കുന്നതെന്ന്. ചിലരൊക്കെ പറയുന്നത് നിനക്ക് പ്രാന്താണെന്ന്. സത്യം എന്താണ്? ഇപ്പോഴാണ് ഹെർലാൻ അവന്റെ കഥ പറയുന്നത്. അവൻ പഴയ ഒരു എക്സ് മിലിറ്ററി ആണ്. പട്ടാളത്തിലായിരുന്നു അവന്റെ ജോലി. അങ്ങനെ പട്ടാളത്തിലായിരുന്ന സമയത്ത് അഫ്ഗാനിസ്ഥാന് പോയിട്ട് കുറച്ച് വർഷം അവൻ അവിടെ നിൽക്കേണ്ടി വന്നു. എന്നാൽ ആ സമയത്ത് അവന്റെ ഭാര്യയും മകളും ഈ നാട്ടിലായിരുന്നു. ഈ നാടായിരുന്നു അവന്റെ ഭാര്യയുടെ നാട്. അതുപോലെ തന്നെ ഇവിടെ താമസിക്കുന്ന സമയത്ത് ഹെർലാന്റെ മകൾക്ക് ലങ്സിൽ എന്തോ ഒരു ഇൻഫെക്ഷൻ വന്ന് അധികം വൈകാതെ അവൾ മരണപ്പെട്ടു. ഹെർലാൻ ആണെങ്കിൽ കൂടെയില്ല, ഭാര്യയാണെങ്കിൽ ഒറ്റയ്ക്കായി. അവൾക്ക് ആ ഒരു വിഷമം എല്ലാം കൂടെ താങ്ങാനാവാതെ ഒരുപാട് മദ്യം കഴിച്ച് വയ്യാതെ അവള് മരിച്ചുപോയി. അങ്ങനെ ഹെർലാൻ ഇപ്പോ കൂടെ ആരും ഇല്ലാത്ത അവസ്ഥയെ. അങ്ങനെ ആ ഒരു ജോലിയെല്ലാം കഴിഞ്ഞ് ഭാര്യയുടെയും മകളുടെയും ഓർമ്മയ്ക്കായിട്ടാണ് അവൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. മനസ്സ് വേദനിച്ചുകൊണ്ടാണ് ഹെർലാൻ ഈ കാര്യങ്ങളൊക്കെ ആനിയോട് പറയുന്നത്. ആ വേദന ആനിക്ക് മനസ്സിലായി. ആനി ഇപ്പോൾ ഹെർലാനെ സമാധാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഹെർലാനോട് ആനി ഒരു കാര്യം പറയുന്നുണ്ട്. ദാ എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ മാല കണ്ടോ? ഇതിലിട്ടിരിക്കുന്നത് ഒരു പുലിയുടെ പല്ലാണ്. ഈ ലോക്കറ്റ് തന്നെ ഇത് എനിക്ക് തന്നത് ഇവിടെ തന്നെയുള്ള ഈ കാട്ടിലുള്ള ഒരു നേറ്റീവ് ഗോത്രമാണ്. സത്യം പറഞ്ഞാൽ ഞാനും ആ ഗോത്രത്തിലുള്ള ആള് തന്നെയായിരുന്നു. എന്തായാലും നമ്മൾ തേടി വരുന്ന ആ ഒരു ഗ്യാങ്സ്റ്റേഴ്സ്, അവരിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ പോകുന്നത് ആ നേറ്റീവ് ഗ്രൂപ്പ് ആയിരിക്കും. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോകണം. പിറ്റേ ദിവസം രാവിലെ തന്നെ ആനി ഇപ്പോ ഹെർലാനെയും കൂട്ടി നേരെ അങ്ങോട്ടേക്ക് ചെല്ലാണ്. കുറച്ച് ദൂരം നടന്നപ്പോൾ അങ്ങോട്ടേക്ക് എത്തി. ഈ സമയത്ത് അവിടെ അവരുടെ ലീഡർ ആയിട്ടുള്ള ഓസ് ഉണ്ടായിരുന്നു. ഓസ് നമ്മുടെ ആനിയെ കണ്ടപാടിനെ പറയുന്നുണ്ട്, അല്ല മോളെ കുറെ നാളായാലും ഇങ്ങോട്ടേക്ക് വന്നിട്ട്, പക്ഷേ ഇപ്പൊ വന്നപ്പോ എന്തിനാ ഈ പ്രാന്തനെ കൂടെ കൂട്ടിയിരിക്കുന്നത്? അതിന്റെ ആവശ്യമില്ലായിരുന്നു എന്ന് പറയാം. ഈ സമയത്ത് ഓസിനോട് ആനി ചോദിക്കാണ്, അല്ലെങ്കിലേ അപ്പോ ഇവനെ നിങ്ങൾക്ക് നേരത്തെ അറിയോ? ഈ പോസ് പറയണ, പിന്നെ അറിയാതെ, ഇവന്റെ ഭാര്യ ആ പാവം പെൺകുട്ടി അവള് നമ്മളെ ഗോത്രത്തിലായിരുന്നു. ഇവനോടുള്ള ഇഷ്ടം കാരണം ഇവിടുന്ന് അവള് പോയി. നല്ലൊരു ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ കുഞ്ഞ് മരിച്ചതിൽ പിന്നെ അവളുടെ കയ്യിൽ നിന്ന് പോയി. കള്ളും കഞ്ചാവും മയക്കുമരുന്നും ഇതൊക്കെയായിട്ട് അവളുടെ ലൈഫ് തന്നെ അവൾ ഇല്ലാതാക്കി. അവസാനം മരിച്ചുപോയി. ശരിക്കും അവള് മരിക്കാൻ കാരണം ഇവനല്ലേ? ഇവന്റെ കൂടെ പോയതുകൊണ്ടല്ലേ? നമ്മുടെ കൂട്ടത്തിൽ തന്നെ അവള് ഉണ്ടായിരുന്നെങ്കിൽ അവള് മരിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഇവനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് അടുപ്പിക്കില്ല എന്ന് പറയാണ്. അതായത് ഓസാണ് ആ ഒരു എന്താ പറയാ ഗോത്രത്തിന്റെ തലവൻ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ആനി ഓസിനോട് പറയാണ്, അങ്കിളെ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. പിന്നീട് നടന്ന എല്ലാ കാര്യങ്ങളും ഓസിനോട് ആനി പറയുന്നുണ്ട്. ഇവിടെ വന്ന ആ ഒരു ക്രിമിനൽസും പൈസയും വെള്ളത്തിൽ വീണ ആ ഒരു ഫ്ലൈറ്റിനെ കുറിച്ചും എല്ലാം. അപ്പൊ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഓസ് നോക്കട്ടെ എന്നിങ്ങനെ വലിയൊരു താല്പര്യം ഇല്ലാന്ന് പറഞ്ഞപ്പോൾ ആനി ഒന്ന് നിർബന്ധിക്കുകയാണ്. അപ്പൊ ആ ഒരു നിർബന്ധത്തിന് വഴങ്ങി ഓസ് ഹെർലാനെയും അങ്ങോട്ടേക്ക് കൂട്ടിക്കുമെന്ന് പറയണം. അങ്ങനെ ഇവരെല്ലാവരും താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് കുറച്ചു ദൂരം നടന്ന് പോകാനുണ്ട്. അതായത് ഈ നദിയുടെ മുകളിൽ ഐസ് പാളികൾ വന്നിട്ടില്ലേ, അപ്പൊ അതിന്റെ മുകളിലൂടെയാണ് ഇവർ പോകുന്നത്. അങ്ങനെ നടക്കുന്ന സമയത്ത് ഒരു പ്രത്യേകതരം സംഭവം ഇവര് കാണുന്നുണ്ട്. അതായത് ഈ ഐസ് പാളികൾക്കിടയിലായിട്ട് കുമിള പോലെ എന്തോ വന്ന് നിൽക്കുന്നത്. എന്താണെന്ന് ഹെർലാനും ആനിക്ക് മനസ്സിലായ. ഇപ്പൊ ഓസ് പറയണം, ഒരു കാരണവശാലും ഇവിടുന്ന് നമ്മൾ സ്പാർക്ക് ഉണ്ടാവുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ പാടില്ല. ഒരു തീപ്പെട്ടി കത്തിക്കുകയോ കല്ലെടുത്തൊരക്കുകയോ അങ്ങനത്തെ ഒരു പരിപാടിയും ചെയ്യാൻ നിൽക്കരുത്. കാരണം അടിയിൽ കാണുന്ന ആ കുമിളകൾ ഉണ്ടല്ലോ, അത് മീഥേനാണ്. നാച്ചുറലി അത് അവിടെ ഫോം ആയിട്ടുണ്ട്. ഒരു ചെറിയ തീപ്പനി മതി ഇവിടെ മുഴുവൻ കത്തി ചാമ്പലാവാനായിട്ട്. എന്തായാലും പതിയെ നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് അവരെയും കൂട്ടി ഇവരെല്ലാവരും താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എത്തി. ഹെർലാനും ആനിക്കും തൽക്കാലം നിൽക്കാനായിട്ട് ഒരു സ്ഥലവും കൊടുക്കുന്നുണ്ട്. ഈ സമയത്താണ് ആനി ഒരു കാര്യം പറയുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇവരുടെ കൂടെ തന്നെയായിരുന്നു ആദ്യം. എന്നാൽ ഇവർ വിട്ട് പോയത് ഇവരോടുള്ള ഇഷ്ടക്കേട് കാരണമല്ല. ഞാനൊരു ഫോറസ്റ്റ് റേഞ്ചർ ആയത് തന്നെ ഇവരുടെ എല്ലാവരുടെയും ഒരു സേഫ്റ്റിക്ക് വേണ്ടി കൂടിയാണ്. എന്തായാലും ഹെർലാനെ നീ നന്നായിട്ടൊന്ന് വിശ്രമിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ കോൺസ്റ്റബിൾ ആയിട്ടുള്ള സാം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. സാം വളരെ ധൃതിയിലാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ആനിയെ വേഗം വിളിക്കുന്നു പറയണം. അങ്ങനെ ആനി വന്നപാട് തന്നെ ആനിയോട് സാം പറയാണ്, നീ പറഞ്ഞതുപോലെ തന്നെ ഒരു ടീം അവിടെ കാത്തിരിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. അതുപോലെ തന്നെ നദിയിൽ ഒരു ഫ്ലൈറ്റ് മുങ്ങിക്കെടുക്കുന്നുണ്ട് എന്ന് നീ പറഞ്ഞില്ലേ,
സമയമല്ലേ, നമുക്ക് എന്തായാലും അങ്ങോട്ടേക്കും ഒന്ന് പോകണം, ആ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിക്കാം. എന്നാൽ സാമിന്റെ ആ ഒരു ചോദ്യത്തിൽ ആനി ചതി മനസ്സിലാക്കി. അതായത് അന്ന് അവനോട് പറഞ്ഞത് വെള്ളത്തിനടിയിൽ ഇതുപോലെ പണം വീണ് കിടക്കുന്നുണ്ട് എന്നാണ്, അല്ലാതെ ഫ്ലൈറ്റ് തകർന്നു എന്നുള്ള ആ കാര്യം വിശദമായിട്ട് പറഞ്ഞിട്ടില്ല. അതെങ്ങനെയാ ഇവിടെ അറിഞ്ഞത്? ഇവനപ്പൊ ചതിക്കുകയാണ്. കാര്യം മനസ്സിലായ ആനി അവനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇപ്പൊ സാം പറയാണ്, എന്റെ പൊന്നാനി നീ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ട് നിൽക്കല്ലേ, 4 കാശ് കയ്യിലേക്ക് വരുന്ന സമയമാണ്, അവർ 5% തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ആ ചങ്ങയില്ലേ, ആ പിച്ചക്കാരൻ ഹെയർലൈന്, അവനെ കൂട്ടി ഒന്ന് വാ, ആ ലൊക്കേഷൻ ഒന്ന് കാണിച്ചുക. 5% കിട്ടുക പറഞ്ഞാൽ തന്നെ കോടികൾ വരും, നമ്മളെ ലൈഫ് സെറ്റിൽ ആവും, പ്ലീസ് എന്റെ കൂടെ ഒന്ന് നിൽക്കുമെന്ന് ചോദിക്കണം. അപ്പൊ തന്നെ ആനി പറയാണ്, പറ്റില്ല, കൂടെ നിൽക്കാൻ പറ്റില്ല. ഇത് കണ്ട് ദേഷ്യം വന്ന സാം പറയാണ്, കൂടെ നിന്നേ പറ്റൂ, മര്യാദക്ക് എന്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് അവനങ്ങ് ഗണ്ണെടുക്കാണ്. അപ്പൊ ആ ഒരു ഗൺ പോയിന്റിൽ നിന്ന് ആനിക്കും അതുപോലെ തന്നെ ഹെയർലൈനും മറ്റൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ഓസിനും ഓസിന്റെ ആൾക്കാർക്കും അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്തായാലും ഇപ്പോ ഹെർലാനെയും ആനിയും ഈ സാം ഗൺ പോയിന്റിൽ നിർത്തിയിട്ട് അവിടുന്ന് കൊണ്ടുപോവാണ്. ഇതിനുശേഷം നിക്സനെ കാണിക്കുകയാണ്. നിക്സൺ ഇപ്പോൾ ആ ഒരു നദിക്കരയിലേക്ക് പോയിട്ട് സിഗരറ്റ് കത്തിക്കാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് നമ്മുടെ ഫാദർ മാറ്റി വരികയാണ്. ലൈറ്റർ കത്തിക്കരുതെന്ന് പറയാണ്. വലിയ അപകടം ഉണ്ടാവും. എന്താണ് കാര്യമെന്ന് മനസ്സിലാവാതെ നിക്സൺ എന്താണ് ഇത്ര വലിയ അപകടം എന്ന് ചോദിച്ചപ്പോൾ ഫാദർ മാർട്ടിൻ അത് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ഈ ഐസ് പാളികൾക്കിടയിലായിട്ട് ചെറിയ ചെറിയ കുമിളകൾ വന്ന് നിൽക്കുന്നുണ്ട്. അതിനുള്ളിൽ മുഴുവനും മീഥേനാണ്. ഒരു സ്പാർക്ക് മതി അതിന് തീ പിടിക്കാനായിട്ട്. അത് പിന്നീട് വലിയൊരു ബ്ലാസ്റ്റ് ആയിട്ട് മാറും. അതുകൊണ്ട് ഇവിടെ വെച്ച് കത്തിക്കാൻ നിൽക്കണ്ടെന്ന് പറയാം. ഓക്കെ, കത്തിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ ലൈറ്റർ അവൻ ഓഫാക്കണം. ഇതേ നേരം തന്നെ റോഡസും സെറീനയും കൂടെ നദിയുടെ ആ ഒരു ഭാഗം മുഴുവനും നിരീക്ഷിക്കുന്നുണ്ട്. കാരണം ഇവർ ജോലി സാമിനെ ഏൽപ്പിച്ചല്ലോ. അവൻ എന്തായാലും ആനിയും ഹെർലാനിയും കൂട്ടിയിട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ രണ്ടുപേരും. അപ്പൊ അവര് നോക്കി നിൽക്കെ ദാണ്ട് വരുന്ന സാമിന്റെ ആ ഒരു വണ്ടി. അധികം വൈകാതെ ആനിയും ഹെർലാനും ഇങ്ങോട്ടേക്ക് എത്തും. ഇതിനുശേഷം കാണിക്കുന്നത് കാർ ഓടിച്ചു വരുന്ന സാമിനെയാണ്. ഇപ്പൊ സാമിനോട് ഹെർലാൻ ഒരു കാര്യം പറയുന്നുണ്ട്, എന്നെ അവിടെ എത്തിച്ചു കൊടുത്താൽ അവൻ നിനക്ക് തരാൻ പോകുന്നത് 5% അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്? അത് മുഴുവൻ നമുക്ക് എടുത്തൂടെ? എന്തിനാ 5% ആക്കുന്നത്? സാമെ നീ ഒന്ന് ചിന്തിക്കുന്നു പറയാണ്. അതുപോലെ അങ്ങോട്ടേക്ക് പോകാനുള്ള ആ ഒരു ട്രാക്കർ ഇതാ ആ കാണുന്ന എന്റെ ബാഗിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ബാഗ് കാണിക്കുകയാണ്. എന്തായാലും കാശിനോട് ആർത്തിയുള്ള അവൻ ഈ ഡീലിന് ഓക്കെ ആയിരിക്കുമെന്ന് ഹെർലാൻ ഉറപ്പായിരുന്നു. അങ്ങനെ ആ ബാഗ് തുറന്ന് ആ ട്രാക്കർ എടുക്കാൻ വേണ്ടി ബാഗിന്റെ ഉള്ളിലേക്ക് കൈയിട്ട സമയത്ത് അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു എന്താ പറയാ പന്നിയുടെ ട്രാപ്പ് ഉണ്ടല്ലോ, അത് അവന്റെ കയ്യിൽ കുടുങ്ങുകയാണ്. ഹെർലാൻ വെച്ച പണിയായിരുന്നു അത്. എന്തായാലും ആ പണിയിൽ സാം വീണു. അവന്റെ കൺട്രോൾ പോവാണ്. വണ്ടി പോയി എങ്ങോട്ടേക്കോ പോയി അവസാനം തല കുത്തി മറിയുന്നുണ്ട്. ആ അപകടത്തിൽ ഹെർലാനും ആനിയും വലിയ അപകടമൊന്നുമില്ലാതെ വലിയ പരിക്കൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു. പക്ഷെ സാം ആണെങ്കിൽ നല്ല പരിക്ക് പറ്റി എങ്ങനെയൊക്കെയോ പുറത്തേക്ക് ഇറങ്ങി. അവന്റെ കയ്യിൽ ഇപ്പൊ ഗണ്ണുണ്ട്. ഭയങ്കര ദേഷ്യത്തിലാണ്. നിങ്ങളൊന്നും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഇവർ ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ തലയിൽ ഒരു ബുള്ളറ്റ് വന്ന് കയറുകയാണ്. നോക്കുമ്പോ ആരാ? സെറീനയാണ് ഇപ്പൊ അവന് വെടിവെച്ച് പോകുന്നത്. ഹെർലാൻ ഒന്നും നോക്കിയില്ല, ചാടിപ്പോയി നമ്മുടെ ആനിയുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് സെറീനയുടെ നെഞ്ചത്തേക്ക് കൊടുക്കുകയാണ് 4 എണ്ണം. അവളും വെടിയിട്ട് താഴെ വീഴുന്നുണ്ട്. പക്ഷെ അതിൽ കൂടുതലായിട്ടൊന്നും ചെയ്യാൻ ഹെർലാനെ കൊണ്ട് കഴിഞ്ഞില്ല. എന്തായാലും അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന നിക്സണും റോഡസും അതുപോലെ തന്നെ മാർട്ടിനും ഇവരിപ്പോ ഗൺ പോയിന്റിൽ നിർത്തുകയാണ്. എന്നിട്ട് ഹെർലാനോട് ആ ഒരു ഫ്ലൈറ്റ് എവിടെയാണ് തകർന്നു വീണത് എന്ന് ചോദിക്കുന്നുണ്ട്. അവനൊന്നും മിണ്ടുന്നില്ല. ഈ പാനിയോട് ചോദിക്കുകയാണ്. അവളും ഒന്നും പറയുന്നില്ല. ഇപ്പൊ ദേഷ്യം വന്ന റോഡസ് നമ്മുടെ ഫാദർ മാർട്ടിനോട് ആനിയെ വെടിവെച്ച് കൊന്നുകളയാൻ പറയുന്നുണ്ട്. എന്നാൽ ഫാദർ മാർട്ടിൻ ഒന്നും മടിച്ചിട്ട് പറയാണ്, എന്നെ കൊണ്ട് എന്ത് വേണമെങ്കിൽ ചെയ്യിച്ചോ, പക്ഷെ ഒരാളെ കൊല്ലാൻ മാത്രം എന്നോട് പറയരുത്. എനിക്കിനി വീണ്ടും അത് ചെയ്യാൻ വയ്യ, മടുത്തു എനിക്ക്. ഇപ്പൊ റോഡസ് ഒന്നുകൂടെ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് നീ കേൾക്കില്ല, മര്യാദക്ക് അത് ചെയ്യുന്നു പറയാണ്. എന്നാൽ അത് കേൾക്കാതെ മാർട്ടിൻ അവിടുന്ന് തിരിഞ്ഞു കിടക്കുകയാണ്. ഈ സമയത്ത് ദേഷ്യം സഹിക്കാനാവാതെ റോഡസ് ഇപ്പോൾ മാർട്ടിനെ ഷൂട്ട് ചെയ്തിടുകയാണ്. വേദന കൊണ്ട് നിലത്ത് വീണ മാർട്ടിനെ ഇപ്പോൾ റോഡസിനെ നോക്കിയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ എന്തായാലും രക്ഷപ്പെടില്ല, പക്ഷെ ഞാൻ മരിക്കുന്നതിന് മുന്നേ നിന്നെയും കൊണ്ടേ പോളിടാന്ന് പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന ലൈറ്റർ അതെടുത്ത് കത്തിച്ച് അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ഹോളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നേരത്തെ തന്നെ ട്രൈബ് ലീഡർ ആയിട്ടുള്ള ഓസും അതുപോലെ മാർട്ടിൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ നദിയുടെ പല ഭാഗത്തായിട്ട് മീഥേന്റെ വാതകങ്ങളുണ്ട്, അതിൽ ചെറിയൊരു സ്പാർക്ക് വന്നാൽ മതി തീ പിടിക്കുമെന്ന്. എന്തായാലും അതിലേക്കാണ് ഒരു ലൈറ്റർ കത്തിച്ചിട്ട് കൊടുത്തത്. എന്തായാലും അതിനങ്ങോട്ട് തീ പിടിക്കാൻ തുടങ്ങുകയാണ്. ഈ ഒരു ഐസ് പാളിയുടെ പല ഭാഗത്തായിട്ട് ഹോളുകൾ ഉണ്ടല്ലോ, അതിലൂടെ തീ അങ്ങ് പുറത്തേക്ക് ഇങ്ങനെ ചീറ്റാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഭയങ്കരമായ ഫോഴ്സോട് കൂടിയിട്ട് ആ ഒരു തീ ചീറ്റിയ സമയത്ത് അത് വന്നടിച്ചത് ഈ റോഡസിന്റെ ദേഹത്തായിരുന്നു. ഇയാളുടെ ദേഹം മുഴുവൻ തീ ആളി പടരുകയാണ്. അവസാനം വെന്തുരുക്കി മരിക്കുന്നുണ്ട്. അതുപോലെ ഹെർലാനും ആനിയും പിന്നെ നിക്സണും ഇവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. കാരണം ഇവിടെ നിന്ന് ഇവർക്കും ഇതേ അവസ്ഥയായിരിക്കും. അങ്ങനെ ആ നദിയുടെ തീരത്തുണ്ടായിരുന്ന ഒരു വെയർ ഹൗസിലേക്ക് ഇവരെല്ലാവരും ഓടിച്ചെന്ന് കയറുന്നുണ്ട്. എന്നാൽ അവസാനം വന്ന നമ്മുടെ ഹെർലാൻ പോയി നോക്കുമ്പോൾ വെയർ ഹൗസിന്റെ ഉള്ളിൽ ഗൺ പോയിന്റിൽ നിർത്തിയിരിക്കുകയാണ് ആനി. ആര്? നിക്സൺ തന്നെ. നിക്സൺ ചോദിക്കുന്നത്, നിനക്ക് ഇവളെ ജീവനോട് വേണമെങ്കിൽ മര്യാദക്ക് ആ ഫ്ലൈറ്റ് എവിടെയാണ് തകർന്നു വീണതെന്ന് എന്നോട് പറയണം, അല്ലെങ്കിൽ ഞാൻ ഇവളെ കൊല്ലുന്നു പറഞ്ഞിട്ട് ആദ്യ ഡോസ് ആയിട്ട് നിക്സൺ എന്താ ചെയ്തതെന്ന് അറിയാം, ആനിയുടെ ചെവി വെട്ടിവെച്ച് പൊട്ടിച്ചുകളയാണ്. വേദന കൊണ്ട് അവൾ താഴേക്ക് വീണുപോയി. പെട്ടെന്ന് തന്നെ ഹെർലാൻ ആ ലൊക്കേഷൻ അത് എവിടെയാണെന്ന് പറയാൻ വരുന്നതിന്റെ മുന്നേ തന്നെ ആനി വേദന എടുത്ത സമയത്തും ഒരു പണി ചെയ്യാണ്. അവിടെ കുറെ അധികം ബോട്ടുകൾ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വലിയ വെയിറ്റ് ഒന്നുമില്ല. അതിന്റെ അടിക്കിട്ട് അവളൊരു തട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടി ഇപ്പോൾ നേരെ വന്ന് വീണത് നിക്സന്റെ മേത്തേക്കാണ്. കറക്റ്റ് ആ ഒരു ടൈം ഇപ്പോൾ ഹെർലാൻ ഉപയോഗിക്കുകയാണ്. അവന് വലിച്ച് പുറത്തേക്ക് ഇടുന്നുണ്ട്. നന്നായിട്ട് അവരോട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവന്മാർക്ക് നല്ല പ്രൊഫഷണൽ ഗുണ്ടകളാണ്. അതുകൊണ്ട് ഫൈറ്റ് ചെയ്യാനും നല്ല സ്കില്ലുണ്ട്. അതുകൊണ്ട് ഈ നിക്സനോട് മുട്ടി നിൽക്കാൻ ഹെർലാന് കഴിയുന്നില്ല. അവനെ അടിച്ചിടുകയാണ്. ഈ തോണിയെല്ലാം തുഴയാൻ ഉപയോഗിക്കുന്ന പങ്കായ ഉണ്ടല്ലോ, അത് പൊട്ടിച്ച് അതെടുത്ത് അവന്റെ ഷോൾഡറിലേക്ക് കുത്തി
കയറ്റുന്നുണ്ട്. ഇതേ നേരം തന്നെ അങ്ങോട്ടേക്ക് വന്ന ആനി ഇപ്പൊ ഹെർലാനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അവനെതിരെ ഫൈറ്റ് ചെയ്യാണ്. ഒടുവിൽ ഈ നിക്സൺ തന്നെ പൊട്ടിച്ചെടുത്ത ആ ഒരു പങ്കായ ഉണ്ടല്ലോ, ആ മൂർച്ചയുള്ള പങ്കായത്തിന്റെ ഒരു ഭാഗത്ത് ഇവന്റെ കഴുത്തിലേക്ക് ഒരൊറ്റ കുത്തു കൊടുക്കുകയാണ് ഹെർലാൻ. എന്നിട്ട് മുകളിൽ നിന്നും ആ വെള്ളത്തിലേക്ക് അവനെ ചവിട്ടി താഴേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ ദേഹത്തു നിന്ന് രക്തം വന്നും വെള്ളത്തിൽ മുങ്ങിയിട്ടും എല്ലാം കൂടിയായിട്ട് നിക്സൺ അവിടെ വെച്ച് മരിക്കുകയാണ്. നല്ല ടയർഡായി നിൽക്കുന്ന ഹെർലാനെയും കാണിക്കുന്നുണ്ട്. ഇവിടെ സീൻ കട്ടാവുകയാണ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു നമ്മുടെ ഹെർലാൻ ഇപ്പൊ താമസിക്കുന്നത് അവിടുത്തെ ആ ഒരു നേറ്റീവ് ഗ്രൂപ്പ് ഉണ്ടല്ലോ അവരുടെ കൂടെ തന്നെയാണ്. അതായത് ഭാര്യ മരിച്ച ആ ഒരു വിഷമം, ആ ഒരു ട്രോമ അവന്റെ മൈൻഡിൽ നിന്ന് പോകുന്നേ ഇല്ല. ഭാര്യയും മകളും മരിച്ചതിന്റെ ആ ഒരു വിഷമം ഇപ്പൊ അവന്റെ ഉള്ളിൽ നിന്നും ആ ഒരു വേദന എടുത്തു കളയാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആ ഒരു ലീഡർ ഉണ്ടല്ലോ ഓസ് ചില കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവന്റെ ഭാര്യയും മകളും അടുത്ത് വന്നതുപോലെയൊക്കെ അവന് ഫീൽ ആവാണ്. അതായത് അവന്റെ മനസ്സിനെ ഒരു ചടങ്ങിലൂടെ ഇവരൊന്ന് കഴുകിയെടുക്കുകയാണ്. അവന്റെ മനസ്സിന് ഇപ്പൊ കുറച്ചൊക്കെ ആശ്വാസമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആനി ഉണ്ടല്ലോ ഇവിടുത്തെ ആ ഒരു നദിയിൽ വന്നു വീണ ആ ഒരു ഫ്ലൈറ്റിനെ കുറിച്ച് ഗവൺമെന്റിൽ റിപ്പോർട്ട് ചെയ്തു. മാത്രമല്ല ആ ഒരു കാശ് നേരെ ഗവൺമെന്റിനെ ഏൽപ്പിക്കുകയും ചെയ്തു. പക്ഷെ ഇതിനിടയിൽ അവൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവൾ ഗവൺമെന്റിനെ ഏൽപ്പിച്ചത് വെറും $4 മില്യൺ മാത്രമാണ്. ഏകദേശം ഒരു 50 കോടി രൂപ അത്രയേ ഉള്ളൂ എന്നാണ് അവൾ ഗവൺമെന്റിനോട് പറഞ്ഞത്. പക്ഷെ യഥാർത്ഥത്തിൽ 20 മില്യൺ ഉണ്ടായിരുന്നു. ബാക്കി വരുന്ന ഏകദേശം ഒരു 150 കോടി രൂപയോളം അവൾ എന്ത് ചെയ്തു, ഈ ഒരു കാട്ടിൽ ആർക്കും വേണ്ടാതെ കിടക്കുന്ന ഈ പഴയ ഗോത്രം ഉണ്ടല്ലോ, ഈ മനുഷ്യര് അവരുടെ ഇനിയുള്ള ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കാൻ അവൾ തീരുമാനിച്ചു. ഒരുപാട് നല്ലവനായിട്ട് ജീവിച്ചാലൊന്നും ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റില്ല എന്നേ. അവളൊരു ഫോറസ്റ്റ് റേഞ്ചർ ആയത് തന്നെ ഈ ഒരു ഗോത്രത്തെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. മാത്രമല്ല ഈ ആനിക്കൊരു മകള് കൂടി ഉണ്ട് കേട്ടോ. ആ ഒരു മകളെ സ്വന്തം മോളെ പോലെയാണ് ഇപ്പൊ ഹെർലാൻ നോക്കുന്നത്. അതായത് ആ ഒരു ഗോത്രത്തിന്റെ കൂടെ തന്നെയാണ് ഇപ്പൊ ഹെർലാനും ജീവിക്കുന്നത്. അച്ഛനില്ലാത്ത ആ ഒരു പെൺകുട്ടി അവളുടെ അച്ഛനായിട്ട് തന്നെ നമ്മുടെ ഹെർലാനെയും കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു ട്രോമ നിറഞ്ഞ അവന്റെ ആ ഒരു പാസ്റ്റ് ലൈഫ് ഉണ്ടല്ലോ, അതെല്ലാം പതിയെ പതിയെ നമ്മുടെ ഹെർലാൻ മറക്കാൻ തുടങ്ങി. പുതിയൊരു ലൈഫിലേക്ക് അവൻ പോകാൻ തുടങ്ങി. ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമ? നല്ല എൻഗേജിംഗ് ആയിരുന്നില്ലേ? നല്ലൊരു ത്രില്ലർ ആക്ഷൻ. അപ്പൊ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക. മിക്ക കമന്റിനും, അതായത് ഒരു കമന്റ് പോലും ഒഴിവാക്കാതെ ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരുന്നുണ്ട് ഇപ്പോൾ. സോ നിങ്ങൾ പരമാവധി കമന്റുകൾ ഇട്ടുകൊണ്ട് വീഡിയോക്ക് ലൈക്ക് ചെയ്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.